നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ചെറിയ ഭാഗം സാനിറ്ററി CPK ആയിട്ട് മാറ്റിക്കുന്നത്. അടുത്ത് നമുക്ക് ടൈൽസിൻ്റെ ഏരിയ ആണ്. ടൈൽസിൻ്റെ പറയുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഏറ്റവും കോമൺ ആയിട്ട് പോകുന്ന സൈസാണ് ഇത് 4x2 സൈസ്. നമ്മൾ ഈ ഷോപ്പിൽ തന്നെ ഏകദേശം 1552 ഡിസൈൻ സ്റ്റൈൽസ് 4x2 മാത്രമേ ഉണ്ട്. 1552 ഡിസൈനോ? ശരിക്കും തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് എണ്ണി നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫിനിഷിൽ സൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കി ഇതിപ്പോൾ നോക്കട്ടെ, ഇത് മാറ്റ് ഫിനിഷ്, അതിന് തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്. ഇത് നോക്കുമ്പോൾ സിൽക്ക് ഫിനിഷ് ആണ്. നിങ്ങൾ നോക്കി സ്മൂത്ത് ബേബി സ്കിൻ പോലെയുള്ള ഫിനിഷാണ് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കുറച്ച് റഫായിട്ടുള്ള ഫ്ലോറിലേക്ക് കൊടുക്കാം, അതിൽ വാളിലേക്ക് കൊടുക്കാനും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ 2x2 കുറഞ്ഞ റേഞ്ചിലുള്ള കളക്ഷനാണ് ഇത് കാണുന്നത്. കുറഞ്ഞ റേഞ്ച് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരില്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരിക്കലും ഇല്ല. നമ്മളിവിടെ വെക്കുന്നതെല്ലാം പ്രീമിയം പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ സർവീസ് പ്ലസ് പിന്നെ നോ ഹിഡൻ ചാർജ് അങ്ങനെ ഒന്നും വരുന്നില്ല. നമുക്ക് എല്ലാം ട്രാൻസ്പെറന്റ് ആണ് നമ്മളത്. ഇതൊക്കെ നമുക്ക് ഫ്ലോറിംഗിലും യൂസ് ചെയ്യാം, ഫ്ലോറിംഗ് ഉപയോഗിക്കാം, വാളിലും യൂസ് ചെയ്യാം. നമുക്ക് ഏത് പർപ്പസ്, ഇപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിലാണെങ്കിലും ഒരു വലിയ ഷോപ്പിംഗ് മാളിന്റെ ഫ്ലോർ ഉപയോഗിക്കാം, അവരെ ബാത്റൂം വാൾസ് ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈല്. ലോ റേഞ്ചിലുള്ള സാധനം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ കാണുന്നത് സൊമാനിയും ജോൺസൺ പോലത്തെ ബ്രാൻഡഡ് കമ്പനി തന്നെ. എനിക്ക് ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല, മനസ്സിലായി ഇത്രയും വാസ്റ്റ് കളക്ഷൻ ആണ്. കാരണം ഇത് നോക്കുമ്പോൾ ഹൈലൈറ്റഡ് കളക്ഷൻ, കസ്റ്റമേഴ്സിന് അവര് ചിന്തിക്കുന്നതിനപ്പുറമുള്ള കളക്ഷൻ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡിസൈനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി വന്നിട്ടുണ്ട്. ഇതിന്റെ ജോയിന്റ് ഇങ്ങനെ സീൽഡ് ആയത് കാരണം തന്നെ നമുക്ക് മറ്റേ യൂഷ്വലി വെക്കുന്ന ടൈൽസിന്റെ അകത്ത് ഈ ചെളി കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ 4x2 ഡിഫറെന്റ് കളക്ഷൻസ്. ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടാണ്. മാറ്റ് ഫിനിഷ്, ഇതൊക്കെ നല്ല മൂവിങ് ആയിരിക്കും അല്ലേ? എന്താ ഷെയ്ഡ്സ് വരും. അത് ചില ആൾക്കാർക്ക് സ്പെഷ്യൽ കളേഴ്സ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കഫേ ആയാലും ഇവിടെയൊക്കെ സ്പെഷ്യൽ കളേഴ്സ് ആവശ്യപ്പെട്ട് വരും. എല്ലാവർക്കും കുറച്ച് ഫങ്കി ഭയങ്കര ഡാഷായിട്ടുള്ള കളേഴ്സ് ആണ് ഇഷ്ടം. അതുപോലെ ഇത് വുഡൻ ടൈൽസ്, പക്ക വുഡിന്റെ അതേ ഫിനിഷിലുള്ള ടൈൽസ്. അതൊരു ഇന്റർനാഷണൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഡിഫറെന്റ് കളർ. ഇതിപ്പോ ഒരു സിമെന്റിഷ് ഫിനിഷിങ്, നമ്മൾ ഒരു സിമെന്റ് ഇട്ട അതേപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇതിനുള്ള. നിങ്ങൾ നോക്കാം, അതിന്റെ ഡിഫറെന്റ് ഇപ്പൊ ഒരു ഗ്രേ കളറിൽ വന്ന് ഒരു ബീച്ച് കളറിൽ ഒരു സിമെന്റ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ കളറാണ്. ഇപ്പൊ ഇതന്നെ നമുക്ക് 4x2 തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം കളക്ഷൻസ് നമ്മളെടുത്തുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് സിമോറോന്റെ ബ്രാൻഡാണ്. അതേപോലെ സിംബോളോന്റെ ബ്രാൻഡ് ഉണ്ട്, കറോണേറ്റ് കജേരിയന്റെ ബ്രാൻഡ് ഉണ്ട്. ഇതോ വുഡൻ ടൈൽ തന്നെ വേറെ ഡിസൈൻ. നമ്മൾ നേരത്തെ ഇപ്പം കണ്ടത് 4x2 4x2 ടൈലാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് 5x2, അതായത് 80-160 എന്ന കളക്ഷനിലാണ്. ഇതും വൈഡ് റേഞ്ച് കളക്ഷൻ ഉണ്ട്. ഡിഫറെന്റ് പിന്നെ ഫിനിഷിൽ ഡിസൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഹയസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. ഇതിനേക്കാളും ഇത് ഒരു മീഡിയം ഡയമെൻഷൻ ആണ്. ഇതിലും വലിയ ടൈല് ഇനിയും വരാനുണ്ട്. ഇതെല്ലാം സ്മൂത്ത് ഫിനിഷ് ഉള്ള സ്മൂത്ത് ഫിനിഷ്. ഇതിന്റെ തന്നെ നമുക്ക് മാറ്റിൽ അവൈലബിൾ ആണ്, സാറ്റിൻ ഫിനിഷിൽ അവൈലബിൾ, ഡിഫറെന്റ് ഫിനിഷസിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഒരു മോഡൽ കാണിച്ചു കഴിയുകയാണെങ്കിൽ ഈ ഒരു സൈസിൽ അവൈലബിൾ ആക്കും. അതുപോലെ ലാർജ് ഫോർമാറ്റ് ടൈലിന്റെ ഒരു ബോക്കപ്പാണ് ഇത്. 8x4 ഗ്ലോസി, ഒരു ഗ്രീൻ ടച്ചിലുള്ള ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോകുന്ന ഒരു കളറാണ് ഇവിടെ കാസർഗോഡ്, ഗ്രീൻ കളറിൽ. അത് നമ്മൾ ശരിക്കും ലൈവായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ടൈൽ ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല, കേറുമ്പോ തന്നെ ഒരു വാസ്റ്റ് ആയ ഒരു ഫീൽ. ഇത് വെച്ചാൽ ജോയിന്റ്സ് അറിയുന്നില്ല, ശരിക്കും ജോയിന്റ്സ് അറിയില്ല, ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇത് 6x4 ടൈപ്പ്, 6x4 ഈ സൈസ് വരുന്നത്. നേരത്തെ പറഞ്ഞത് 5x2 8160, ഇതിപ്പം 6x4 സൈസിൽ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം 100-ലധികം ഡിസൈൻസ് 6x4 തന്നെ ഉണ്ട്. ഇതിപ്പം മാറ്റ്, സാറ്റിൻ ഫിനിഷ് ഉണ്ട്, ഇത് ഗ്ലോസിയിലുണ്ട്, സെമി മാറ്റിലുണ്ട്. അപ്പോൾ ഒരുപാട് പിന്നെ ഫിനിഷിലും ഉണ്ട്, ഒരുപാട് ഡിസൈനിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഗ്ലോസി ആണോ മാറ്റ് ആണോ അത് ആർക്കിടെക്ട്സിന്റെയും കസ്റ്റമറിന്റെയും ചോയ്സ് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് പിന്നെ കൂടുതലും ലേഡീസ് ഒക്കെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവർക്ക് കൂടുതലും ഗ്ലേസിംഗ് ഉള്ള ഗ്ലോസി ടൈൽസ് ഇഷ്ടപ്പെടും. അപ്പോൾ ആർക്കിടെക്ട്സ് ബേസിലൊക്കെ വരുമ്പോൾ അവർ കൂടുതലും മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ സെമി മാറ്റ് അതുപോലത്തെ ഫിനിഷസ് കൂടുതൽ ചോയ്സ് ചെയ്യുന്നത്. ഇത് ശരിക്കും എന്താണ്? ഇത് ടൈലാണോ? ഒരു വാൾപേപ്പർ ഗ്രാനൈറ്റ് ലുക്ക് ഒക്കെ ആണല്ലോ. തീർച്ചയായും ഇത് ടൈൽ തന്നെയാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് ബുക്ക് മാച്ച് ടൈലാണ്. 2 ഡിഫറെൻറ്റ് പീസാണിത്. ഒറ്റ പീസല്ല, 2 പീസാണ്. 8-4 സൈസാണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈൻസ് വേറെയുണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈൽസിനെ ഒരുമിച്ച് മാച്ച് ചെയ്തിട്ട് ബുക്ക് മാച്ച് എന്ന് പറയും. ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ ഒരു ഡിസൈൻ മാത്രമായിട്ട് മാച്ച് ചെയ്യാനും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ അധികം കാണാത്ത ഒരു ടൈപ്പ്. ഇത് കൂടുതലും നമുക്ക് സോഫ സെറ്റിന്റെ ബാക്കിലൊക്കെ വെക്കാൻ, അതിൽ ബെഡ്റൂമിന്റെ ഹെഡ്സെറ്റിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഡിസൈൻ ടൈലായിട്ട് കൊടുക്കാനും പറ്റും. വാൾസിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലോറിങ്ങിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ അങ്ങനെ ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ നമുക്ക് ലോബിയിൽ ബാക്ക് സൈഡിലൊക്കെ ഭംഗിയൊക്കെ കൂടി ഇങ്ങനത്തെ ബുക്ക് മാച്ച് തന്നെ ഒരു ഹോട്ടൽ സെറ്റപ്പ് ആണ് തോന്നിയത്. പക്ഷെ ബെഡ്റൂമിലും പറ്റും. ബെഡ്റൂമിൽ നമ്മൾ ബെഡിന്റെ ബാക്ക് സൈഡിൽ ഒരു ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അടുത്ത് നമ്മൾ കുറേ ബ്രാൻഡ്സ് ടൈൽസിനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്യൂട്ടോൺ എന്നൊരു ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ക്യൂട്ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ വൺ ഓഫ് ദി ലീഡിങ് പഴയ ഓൾഡ് ലീഡിങ് ബ്രാൻഡാണ്. നമ്മൾ ABC തുടങ്ങുമ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ക്യൂട്ടോൺ എന്നുള്ള ബ്രാൻഡ് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം ലാർജ് ഫോർമാറ്റ് ടൈല് കൊണ്ടുവന്നത് ക്യൂട്ടോൺ ആണ്. ആക്ച്വലി ആദ്യം നമ്മളൊരു 4x2 8160 അങ്ങനെ ഒരു റേഞ്ചിൽ മാത്രമേ ടൈൽസ് ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് മാറ്റിയിട്ട് ഒരു മാർബിളിൻ്റെ ഒരു വലിയ സൈസിലേക്ക് കൺസെപ്റ്റ് 8x4 അതേപോലെ 6x4 ഒരു സൈസിലേക്ക് ടൈൽസിൻ്റെ ഫോർമാറ്റ് വലുതാക്കിയത് ക്യൂട്ടോൺ എന്നുള്ള കമ്പനിയാണ്. അവരൊരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം ക്യൂട്ടോൺ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പിന്നെ കൊടുക്കാനുള്ള സർഫേസ്, ഇപ്പം ഈവൻ പാർക്കിംഗ് ഏരിയയിൽ കൊടുക്കുന്ന ടൈലുണ്ട്. അതേപോലെ മൊറോക്കൻ കളക്ഷൻ 8160 6x4 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള കളക്ഷൻസ് ക്യൂട്ടോൺ ഈ പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ്. നോക്കണം മൊറോക്കൻ കളക്ഷൻസ് തന്നെ, അതിൻ്റെ മാസ് കളക്ഷൻസ് തന്നെ ഇതിൽ അവൈലബിൾ ആണ്. കണ്ടോ ഈ ഒരു ഡിസൈൻസ് നമ്മൾ അങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് അല്ല, ഡിസൈൻ ടൈല്. ഇത് ചെറിയ പീസ് അല്ല, ഒരു 2x2 സൈസ് ആണത്. അങ്ങനെ നമുക്ക് കാണുമ്പോൾ ചെറിയ പീസ് പോലെ തോന്നുവാണെങ്കിലും 2x2 സൈസാണത്. അതുപോലെ നമുക്ക് എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് കാർ പോർച്ച്, ഓപ്പൺ ടെറസ് പോലത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന തിക്നെസ് കൂടിയ ടൈൽസ് കിട്ടുമല്ലോ. ഇത് ശരിക്കും നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈലിൽ പുറമെ അമ്പലങ്ങളൊക്കെ കാണുന്ന എന്നാ സെപ്പറേറ്റ് കല്ലും അല്ല അല്ലേ, ആ ഒരു ഇല്യൂഷൻ മാത്രം. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഓക്കെ. ഇതിന് നമ്മളെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ മോക്കപ്സ്, അതെങ്ങനെ ലൈവ് മോക്കപ്സ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഓരോ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഒരു ടൈല് കൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഒരു വാൾന്നൊരു ടൈല് ചൂസ് ചെയ്താൽ അത് പിന്നെ ഫിസിക്കലി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നില്ല, ഒരു ഫൈനൽ ഔട്ട്ലുക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ടൈലോ, ഇത്രയും ഹൈറ്റുള്ള ടൈല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഹൈറ്റുള്ള, ഇതിനെക്കാട്ടി വലിയ ടൈല് അടുത്ത ഫ്ലോറിൽ കാണാണ്ട്, മുകളിൽ കാണാണ്ട്. ഇത്ര ഇത് മെയിൻലി 80-40 സൈസാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് കൂടുതലും കിച്ചൺ തട്ടിന് വേണ്ടിയിട്ടാണ് കൂടുതലും പോകുന്നത്, കൗണ്ടർ ടോപ്പിന്. അതേപോലെ റെഡിമെയ്ഡ് ഷോപ്പിന്റെ കൗണ്ടേഴ്സിന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ മാറ്റ് ഫിനിഷ് ടൈലുകൾ നമ്മളെ സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയ വലിയ മാളുകളിലും അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതൽ കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് ഫിനിഷിലുണ്ട്. ഇനിയിപ്പോൾ ഒരു പക്ക ഗ്രാനൈറ്റിൻ്റെ ലുക്കിൽ, അതുപോലെ തന്നെ പ്ലെയിൻ ഫിനിഷ്, പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം. ഇപ്പം കാണുന്നത് ഡാർക്ക് കളറിൽ ഇതിലും മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഇതിൽ മാറ്റ് ഫിനിഷ് ഉണ്ട്, ഇതിൽ ഡിഫറെന്റ് ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ലെതർ ഫിനിഷ് ഇവിടെ അടുത്ത് ലെതർ ഫിനിഷ് ഷെയ്ഡ്സും ഓൾമോസ്റ്റ് ലെതർ, അതിന്റെ ഡിഫറെന്റ് കളർ. അതുപോലെ വുഡിലും നമുക്ക് ഈ സൈസിൽ അവൈലബിൾ ആണ്. പാറ്റേൺസ് ഉണ്ട്, ഇനിയുണ്ട് ഡിഫറെന്റ് പാറ്റേൺസ്. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാൻ ഈസി ക്ലീനിങ് ആണ്. ഇത് നമ്മൾ കിച്ചണിന് മാത്രമല്ല, നമ്മളിപ്പം സിറ്റ് ഔട്ടിലൊക്കെ സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ മെയിൻ സ്റ്റെയർ കേസിനൊക്കെ ഈ ബ്ലാക്ക് ലെതർ ടൈപ്പ് ടൈൽ ഉപയോഗിക്കുന്നു. സ്മൂത്ത് ആണെങ്കിലും സ്ലിപ്പ് ചെയ്യാണ്ട് ചെയ്യല്ല. ഞാൻ നേരത്തെ ഒരു സസ്പെൻസ് പറഞ്ഞിരുന്നു, വലിയ ടൈല് ഫോർമാറ്റ് ഒരു സസ്പെൻസ് ഉണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ആ ടൈല്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് പറഞ്ഞാല് 10.5 സൈസ് പറയും. ഒരു ടൈൽ തന്നെ ഏകദേശം 55 സ്ക്വയർ ഫീറ്റ് ഒരു ടൈലായി. അതല്ല, ഈസി ഹാൻഡ്ലിങ്, ഈസിയായ ടൈലാണ്. യൂഷ്വലി നമ്മുടെ മെയിൻ ഫ്ലോറിന് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ
വാൾസ് ഡിസൈൻ വാൾസ് ഹോട്ടൽസിന്റെ ലോബീസിലൊക്കെ ഉപയോഗിക്കും. ഇത് ഓൾമോസ്റ്റ് നമ്മൾ കർണാടകയിലേക്കും മംഗലാപുരം അതുപോലെ കണ്ണൂർ ഡിഫറെന്റ് ഏരിയയിലേക്ക് നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സെയിൽ ചെയ്തു ഓൾറെഡി. പക്ഷെ ഇത് ന്യൂലി ലോഞ്ച്ഡ് ആണോ അപ്പോൾ? ന്യൂലി ലോഞ്ചാണ്. ലിയോളി എന്നുള്ള ബ്രാൻഡാണ് ഇത് വരുന്നത്. ആ ഒരു ബ്രാൻഡിൽ മാത്രമാണ് ഈ ഒരു സൈസിൽ ടൈല് വരും. ഇത് നമ്മുടെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രീമിയം പ്രൊഡക്റ്റിന്റെ ഒരു ഏരിയ ആണ്. ടൈൽസിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ് ഗ്രാൻഡോ ഗ്രസ്, അതുപോലെ തന്നെ നെക്സിയോൺ, അതുപോലെ തന്നെ സിംബോളോ, ഇതിൻ്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ടൈലാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം കളക്ഷൻ. ഇത് ഗ്രാൻഡോഗസ് പിന്നെ ടൈല് പ്ലസ് പാണ്ടൻ്റെ ഡിസൈൻ ടൈലും കൂടെ മോക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് നെക്സിയോൺ എന്നുള്ള ബ്രാൻഡാണ്. അവിടെ ഇതിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ട് പ്രൊഡക്റ്റാണ് ഇത്. ഒരു ഇറ്റാലിയൻ മാർബിളൊക്കെ കമ്പയർ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഇറ്റാലിയൻ മാർബിൾ എന്നാണോ ഇതിന്റെ? അല്ല, ഇത് ലാർജ് സൈസ് ടൈൽസ്, ലാർജ് ഫോർമാറ്റ് ബിഗ് സ്ലാബ്സ് എന്ന് പറയാം. ഇത് 8x4 സൈസിലാണ് വരുന്നത്. ഇപ്പോൾ റീസെന്റ് മറ്റ് ടൈൽസിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ഡിസൈനിലും ഡിസൈൻ ഡെപ്തിലൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ പ്രൊഡക്റ്റ് അതുപോലെ മാർബിൾ ഒരു ഇത് ഡിഫറെന്റ് ഫിനിഷിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടൈൽ തന്നെ നിങ്ങൾ ലെപ്പാട്ടോ മാറ്റ് എന്നാ പറയുന്നത്. ബേബി ഫിനിഷ് സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മള് പിന്നെ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ നിലത്ത് കിടന്നു കഴിഞ്ഞാല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ്റെനൻസും കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിപ്പോ നെക്സിയോന്റെ കളക്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഡിഫറെന്റ്, ഞാൻ പറഞ്ഞ നമ്മൾ ഏത് സൈസിൽ വന്നു കഴിഞ്ഞാലും ഡിഫറെന്റ് സൈസ് ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് ഫിനിഷ് ഉണ്ട്, അതേപോലെ ഡിഫറെന്റ് ഡിസൈൻ ഉണ്ട്. അതാണ് പിന്നെ അതിൽ തന്നെ മാസ് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ 8x4 എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷ് തൊട്ടോ ഇത് തന്നെ മാറ്റാണ്, പക്ഷെ ചെറിയൊരു വേവ് ഇതായിട്ടുള്ളത്. അത് പക്ക മാർബിൾ അതിൻ്റെ ഒരു ലുക്കുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ്. ഇപ്പം നമ്മൾ നേരത്തെ താഴെ കണ്ട മോക്കപ്പ് ഒരുപാട് കളക്ഷൻസ് ഈ ഒരു 8x4 തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈനർ ടൈലാണ്. പക്ക ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് അവരെ കൺസെപ്റ്റ് ചെയ്യുന്ന ഡിസൈനർ ടൈൽസ് ആണ് ഇതൊക്കെ. നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ലോഞ്ച് ഏരിയയിൽ പിന്നെ വലിയ ഹോട്ടൽസ്, അതേപോലത്തെ പിന്നെ നമ്മുടെ വീടുകളിൽ തന്നെ സോഫ, ലിവിങ് ഏരിയയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഡിസൈനർ ടൈൽസ് ആണ്. ഇത് ഇതുവരെ മാത്രം ഒരു പ്രത്യേകമായിട്ട് വന്നൊരു പുതിയ കളക്ഷനാണ്, ലേറ്റസ്റ്റ് കളക്ഷനാണ്. ഇതാണ് ലേറ്റസ്റ്റ് വന്ന കളക്ഷൻ. ഇതിലും വെറൈറ്റി സ്റ്റോണിന്റെ ഒരു ഫിനിഷ്, സ്റ്റോണിന്റെ ഫിനിഷ് ആണ്. നമ്മൾ ഇതിന്റെ ഫിനിഷസ് ആണ്. ഇത് ടച്ച് ആൻഡ് ഫീൽ ആണ്. ഇതിന്റെ ഓരോ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡിഫറെന്റ് ടച്ചും ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു വെറും ഒരു കസ്റ്റമറെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് ഇന്ന് ഫിനിഷാണ് ഇന്ന് ഫിനിഷ് ആണ്, ഒരു ആർക്കിടെക്ട്സ് ബേസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ ഒരു ടേസ്റ്റ് അനുസരിച്ച്. ഇപ്പം ഇത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഓപ്പൺ ടെറസിൽ എന്ത് ടൈൽ ചെയ്യണം, നമ്മൾ ലിവിങ്ങിൽ എന്ത് ടൈൽ ചെയ്യണം, കിച്ചണിൽ എന്ത് ടൈൽ ചെയ്യണം, ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ അവരെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആണ്. ഇത്രയും വൈഡ് കളക്ഷൻ 8x4 6x4 എനിക്ക് തോന്നുന്നില്ല അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നെക്സോൺ എന്നുള്ള ബ്രാൻഡ് കാണുന്നത്, അടുത്ത് നമുക്ക് സിംബോളോ എന്ന ബ്രാൻഡ് കാണാം. കിംബോളോന്റെ ബ്രാൻഡിൽ എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നെക്സോണൊക്കെ കണ്ട പോലത്തെ പ്രൊഡക്റ്റ് തന്നെയാണ്, എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇത് യൂഷ്വലി എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ഈ സ്ട്രിപ്പ് പോലെ? ഇത് സ്ട്രിപ്പ് പോലെ നമുക്ക് ബാത്റൂംസിലൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഈ പിന്നെ കൺസീൽഡ് ടാങ്ക് വെക്കുന്ന ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഈ ഹൈലൈറ്റ് പോലെ വെക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയലൊക്കെ ടൈലാക്കിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റീൽ ടൈൽ. ഈ ക്ലാഡിംഗ് ടൈൽസ് എന്ന് പറയുന്നത് ഇതിനെയാണോ? ഇതല്ല, ആക്ച്വലി ഇതല്ല. ഇതൊരു ഡിസൈൻ ടൈല് മാത്രമേ. നമ്മൾ ബാത്റൂമിൽ ഡിഫറെൻറ്റ് ഡിസൈൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ ഒരു ചുമര് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചുമര് പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഷവർ ഏരിയ, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് ചില ഡിസൈൻ എൻഡ്ലെസ് ഡിസൈൻസ് ആണ്. എത്ര പീസ് വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ ഡിസൈൻ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും. സിംബോളോന്റെ പല കമ്പനിയിലും ഉണ്ട്, എസ്പെഷ്യലി സിംബോളോയിലും എൻഡ്ലെസ് ടൈൽസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗ്രാൻഡോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മോക്കപ്സ് ആണ്.
നമ്മളെ ഇവിടുത്തെ പ്രത്യേകത കൂടുതലും മോക്കപ്സ് ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് ഇതുപോലെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിംബോളോ, നെക്സ്യൂണ്, അതുപോലെ പല ബ്രാൻഡ്സിൻ്റെയും ടൈല് കണ്ടു. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രാൻഡോഗസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ടൈലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സ് ബേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കളക്ഷൻസ് പിന്നെ ഉള്ളൊരു കമ്പനിയാണ് ഗ്രാൻഡോഗസ്. ഇതിനൊരു പ്രത്യേകത ഇപ്പോൾ കസ്റ്റമർ ഇന്ന ടൈപ്പിലൊരു ടൈല് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി അവർക്ക് അത് ആ ടൈപ്പിൽ അവർ പറയുന്ന ഡിസൈനിൽ സെറ്റ് ചെയ്തു കസ്റ്റമൈസ് ചെയ്തു. അപ്പോൾ അധികം ആരും കാണാത്ത ടൈപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഇന്നോവേഷനുള്ള കമ്പനിയാണ്. അപ്പൊ ഇതേ ബ്രാൻഡ് ഇപ്പൊ കാഞ്ഞങ്ങാട് ഷോറൂം ഇതേപോലെ തന്നെ പിന്നെ നമ്മളാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഫസ്റ്റ് ഗ്രാൻഡോഗസിന്റെ സ്റ്റുഡിയോ ചെയ്തിരിക്കുന്നത് കാസർഗോഡ്. പിന്നീട് റീസെന്റ് കാഞ്ഞങ്ങാടും ഒരു ഷോറൂം ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻസ് ആയിട്ട് കാഞ്ഞങ്ങാടും ഇവിടത്തെയുള്ളതിനേക്കാളും കളക്ഷൻ കണ്ടുമടുക്കാത്ത ടൈപ്പ് ഡിസൈൻസ് എല്ലാം ഡിഫറെന്റ് ആണ്. വെച്ചാൽ നമ്മൾ ഇത്ര കണ്ടതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇപ്പൊ നോക്കാം, മോക്കപ്സ് എല്ലാ ടൈൽസിന്റെയും മോക്കപ്സും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ആർക്കിടെക്ട്സിന് ഈസി ആയിട്ട് സെലക്ഷൻ നടക്കുന്ന ഒരു പക്ഷേ ഡിസൈൻ ഇത് ഇഷ്ടമായി, പക്ഷെ കളർ വേറെയാ വേണ്ടതെന്ന് പറഞ്ഞു പോസിബിൾ ആണ്. ഓക്കെ. നമ്മളിപ്പോൾ നേരത്തെ അപ്പുറം ഗ്രാൻഡോഗസ് എന്ന് പറഞ്ഞ കമ്പനി കണ്ടു. ആ ബ്രാൻഡിന്റെ മോക്കപ്സ് ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡിഫറെന്റ് ടൈൽസ്, ആ ഒരു ബ്രാൻഡിന്റെ ഡിഫറെന്റ് ടൈൽസ് നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓരോ ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ഹൈലൈറ്റേഴ്സ് വേറെയും, പിന്നെ ഓരോ ടൈല് ഡിഫറെന്റ് പാറ്റേണിലെ ടൈല്, ഡിഫറെന്റ് ഫിനിഷസിലെ ടൈല്, ഡിഫറെന്റ് ഡിസൈനിലെ ടൈല്, അതൊക്കെ നമ്മൾ ഓരോ ഏരിയയിലും സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ തലയിൽ അങ്ങനെ രജിസ്റ്റർ ആവണം എന്നല്ലേ, അത് കാണുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ഐഡിയ. ഇതിപ്പോൾ നമ്മുടെ വീട്ടില് ഒരു ലിവിങ് ഏരിയയിൽ ഒരു TV സെറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പിന്നെ അതിന് വേണ്ടി മാത്രമല്ല ഒരു ലീഫ് ടൈപ്പ് ടൈൽസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഒരു ഐഡിയയും കൂടി ഈസി ആയിട്ട് കിട്ടും. നമ്മൾ പറയല്ലേ, സെല്ലിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വൈഡ് റേഞ്ച് മോക്കപ്പ് സെറ്റ് ചെയ്തത്. ഓരോ കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് മോക്കപ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗ്രാൻഡോഗസിൽ നോക്കുന്നെങ്കിൽ ഒരുപാട്, ഏകദേശം എനിക്ക് തോന്നുന്നു 10-20 മോക്കപ്സ് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കണം, അവിടെ ഗ്ലോസി കണ്ടു, സാറ്റിൻ ഫിനിഷ് കണ്ടു, ഇതിപ്പോൾ മാറ്റ് ഫിനിഷിലുണ്ട്, സെമി മാറ്റിൽ, ഗ്ലോസി, മൊറോക്കൻ കളക്ഷൻ, അതുപോലെ തന്നെ മാർബിൾ കളക്ഷൻ, എല്ലാ ടൈപ്പിലും. ഒരു കസ്റ്റമറിന് ഒരു ടൈൽസ് അവിടുന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈവ് മോക്കപ്സ് ഇവിടെ കാണാനുണ്ട്. ഇവിടെ വന്ന് അതിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ പ്രസന്റേഷൻ കറക്റ്റ് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിന് വളരെ ഈസി ആയിട്ട് ഒരു പിന്നെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും, അത് അവർക്ക് എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റും. അതാണ് ABCയുടെ പ്രത്യേകത. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രത്യേകത, ഗ്രാൻഡോഗസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ബോധ്യമായോ, ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഷോറൂമാണ്, പിന്നെ കൂടുതൽ ഏരിയയുള്ള വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനുള്ള ഷോറൂമാണെന്ന് പറഞ്ഞത് ഇപ്പം ബോധ്യമാവും മാഡം? തീർച്ചയായും ബോധ്യം, ഒരു സംശയമില്ല. കാരണം അത്രയും കളക്ഷൻസും അത്രയും വെറൈറ്റി ഡിസൈൻസും ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, മോക്കപ്സ് ഇതൊക്കെ കണ്ടു. അപ്പം ആ ഒരു സംശയം എന്തായാലും മാറി കിട്ടി. പക്ഷേ ചെറിയൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോറൂമിന് വേണ്ട ഒരു വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ സെയിൽ സർവീസസ്. അപ്പം ABCയുടെ ആഫ്റ്റർ സെയിൽ സർവീസസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസിനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ 27 വർഷം ഈ മാർക്കറ്റിൽ പിടിച്ചിരുന്നത് ഈ ഒരു സർവീസ് കൊണ്ട് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും സ്പോട്ടിൽ നമ്മളെ ആൾക്കാർ സൈറ്റിലേക്ക് എത്തും. ഇപ്പോൾ ടൈൽസ് ആയാലും ശരി, സാനിറ്ററി ആയാലും ശരി, CP ഫിറ്റിങ്സ് ആയാലും ശരി, എന്ത് മെറ്റീരിയൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർവീസ് ആവശ്യമുള്ള സാധനമാണെങ്കിൽ, ഇപ്പം ലൈക്ക് ഒരു ക്ലോസറ്റോ അല്ലെങ്കിൽ CP ഫിറ്റിങ്സോ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ടെക്നീഷ്യനെ സ്പോട്ടിൽ അവിടെ പോയി അത് ശരിയായി കൊടുക്കും. അഥവാ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഏതാണോ കമ്പനി, ആ കമ്പനീൻ്റെ ടെക്നീഷ്യൻ വന്ന് സൈറ്റിൽ പോയി ക്ലിയർ ചെയ്ത് വെക്കും. മാഡം ഒരിക്കലും വെറി ചെയ്യേണ്ട, നല്ല ബെസ്റ്റ് സർവീസ് തന്നെ നമ്മൾ കൊടുക്കും. അപ്പോൾ കേട്ടില്ലേ, നിങ്ങളൊരു പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ വീട് റെനോവേറ്റ് ചെയ്യാനോ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേറെ എവിടെയും അന്വേഷിച്ച് നടക്കണ്ട, നേരെ തന്നെ കാസർഗോഡ് ABCയിലേക്ക് വന്നോളൂ. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഉണ്ടാവും, എല്ലാ നീഡ്സും കവർ ചെയ്യപ്പെടും. അപ്പം ABC is a one-stop solution for all your needs.